ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. നല്ലൊരു പുതുവർഷം ആവട്ടെ എല്ലാവർക്കും എന്ന് ആശംസിക്കുന്നു. അപ്പോൾ നമ്മൾ കോഴി വളർത്തൽ തുടങ്ങിയിട്ട് ഈ ജനുവരിക്ക് ഒരു വർഷം ആവുകയാണ്. കഴിഞ്ഞ ജനുവരിയിലാണ് നമുക്ക് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് 10 കോഴിക്കുഞ്ഞുങ്ങളെ കിട്ടിയിട്ട് നമ്മൾ കോഴി വളർത്തലിലേക്ക് തുടക്കം കുറിച്ചത്. ഇപ്പോൾ മാഷാഅല്ലാഹ് ഒരു വർഷത്തിൻ്റെ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് നല്ല ഗ്രോത്ത് തന്നെയാണ് ഈ കോഴി വളർത്തലിൽ. അന്ന് നമുക്ക് 10 കോഴിക്കുഞ്ഞുങ്ങളെ കിട്ടിയത് നമ്മൾ ഫസ്റ്റ് ആയിട്ട് തുടങ്ങിയായിരുന്നു. അപ്പോൾ ഈ കോഴി വളർത്തലിനെ കുറിച്ച് കൂടുതൽ ഒന്നും അറിയുന്നില്ലായിരുന്നു. പിന്നെ യൂട്യൂബിലും ഇതിലൊക്കെ നോക്കിയിട്ടാണ് ഒക്കെ പഠിച്ചത്. അപ്പോൾ അന്ന് അതുകൊണ്ടൊക്കെ തന്നെ കുറച്ച് കോഴിക്കുഞ്ഞുങ്ങളൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ നമുക്കൊരു 5-6 ബാക്കിയുണ്ടായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഒരു പെടക്കോയിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതൊരു ചെറിയ കുട്ടിയായപ്പോൾ കൊണ്ടുവന്നതായിരുന്നു. അപ്പോൾ അത് ഒരു 5 മാസമൊക്കെ ആയപ്പോൾ നമ്മളെടുത്ത് ആദ്യമായിട്ട് മുട്ടിട്ട് ഫസ്റ്റ് ബാച്ച് കുഞ്ഞുങ്ങളുണ്ടായി. അങ്ങനെ പിന്നെ ആ കുഞ്ഞുങ്ങളിൽ ഒരു 2 ബാക്കിയായി. ഇപ്പോൾ രണ്ടാമത്തെ ബാച്ച് കുട്ടികളുണ്ടായിട്ടുണ്ട്. അതുപോലെ പിന്നെ നമുക്ക് പിന്നെ ഒരു പ്രാവശ്യം കൂടെ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് 5 കോഴി കുഞ്ഞുങ്ങളെയും കൂടെ കിട്ടി. മുനിസിപ്പാലിറ്റിയിൽ നിന്ന് നമുക്ക് ആദ്യം കിട്ടിയ കോഴികൾ PV3 ഇനത്തിൽപ്പെട്ട കോഴികളായിരുന്നു. അപ്പോൾ അവർ നല്ല മുട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ വീട്ടിലേക്ക് ഈ കോഴി വളർത്തൽ തുടങ്ങിയിട്ട് പിന്നെ നമ്മൾ മുട്ട പൈസ കൊടുത്ത് വാങ്ങിയിട്ടേ ഇല്ല. നമ്മൾ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള മുട്ട നമുക്ക് ഡെയിലി കിട്ടുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്തത് ഈ കോയിനെ രണ്ടാമത്തെ പ്രാവശ്യം അട വെച്ചപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ഫോണിൽ. അപ്പോൾ അത് ഒന്ന് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് നോക്കി. ഞാൻ ഒരുപാട് വീഡിയോസ് യൂട്യൂബിലൊക്കെ കണ്ടിട്ടാണ് ഈ കോഴി വളർത്തലിൻ്റെ ഓരോ കാര്യങ്ങളും പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം അതുപോലെ വേറെ ആർക്കെങ്കിലും ഉപകാരമാണെങ്കിൽ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തതായിരുന്നു. പ്രത്യേകിച്ച് അതിൽ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടൊന്നുമില്ലായിരുന്നു. എന്നാലും ആ വീഡിയോ നല്ല വ്യൂസ് ഉണ്ടായിരുന്നു. അതുപോലെ സബ്സ്ക്രൈബേഴ്സും കൂടാൻ തുടങ്ങി. അപ്പോൾ പിന്നെ തുടർച്ചയായിട്ട് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്ത് തുടങ്ങിയതാണ്. ഇപ്പോൾ മാഷാഅല്ലാഹ് സബ്സ്ക്രൈബേഴ്സും കൂടുന്നുണ്ട്. അതുപോലെ വ്യൂസ് ഉണ്ട്. പിന്നെ നല്ല കമൻറ്റുകളും വരുന്നുണ്ട്. നമ്മൾ അറിയാത്ത കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ അതിനൊക്കെ നല്ല റിപ്ലൈകളും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നല്ല സന്തോഷമാണ്. എനിക്കറിയാവുന്ന ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഞാൻ ഈ ചാനലിലൂടെ ഷെയർ ചെയ്യുന്നുണ്ട്. ഞാൻ പരീക്ഷിച്ച് നോക്കിയിട്ട് എനിക്ക് റിസൾട്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതുപോലെ ഞാൻ ഈ ചെയ്യുന്ന വീഡിയോസിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ കോഴികൾക്ക് തീറ്റ കൊടുക്കുന്നതിലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുകളൊക്കെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് അഭിപ്രായങ്ങളും കമൻറ്റുകളൊക്കെ ആയിട്ട് അറിയിക്കുക. അതിനൊന്നും ഒരു കുഴപ്പമില്ല. അതുപോലെ വർഷങ്ങളായിട്ട് കോഴി വളർത്തുന്നവരൊക്കെ പരിചയമുള്ള ആളുകളൊക്കെ വീഡിയോസ് കാണുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ പുതിയ പുതിയ അറിവുകളൊക്കെ പറഞ്ഞു തരാണ്ടെങ്കിലൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. അത് നമുക്ക് സന്തോഷമേ ഉള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് എൻ്റെ ഇതുവരെയുള്ള സബ്സ്ക്രൈബേഴ്സിനോട് പറയാനുള്ളത്. നമ്മൾ 0-ൽ നിന്ന് 1-ലെത്തുവാൻ എത്രയും ദൂരമെന്ന് പറഞ്ഞ പോലെ 0-ൽ നിന്നും തുടങ്ങിയതാണ്. ഇപ്പോൾ മാഷാഅല്ലാഹ് 63 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അതിൻ്റെ നമുക്ക് വലിയൊരു അക്കൗണ്ടാണ്. 1K 2K എന്നുള്ളതൊന്നല്ല, നമുക്ക് ഓരോ ദിവസം സബ്സ്ക്രൈബേഴ്സിൻ്റെ അക്കൗണ്ട് കൂടുന്നതും നമുക്ക് സന്തോഷമുള്ള കാര്യമാണ്. അതുപോലെ നിങ്ങളുടെ കമൻറ്റുകൾ കാണുന്നതും നല്ല സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ ഇനി ഇതുപോലെയൊക്കെ സപ്പോർട്ട് ചെയ്തിട്ട് കൂടെ ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയോടെ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ താങ്ക് യു, ബൈ.